ദാസേട്ടൻ പാടിയതിനെ കേട്ട് പഠിച്ചതാണോ? സത്യം സത്യം. എനിക്കത് കള്ളമായിട്ട് തോന്നി. പല സ്ഥലങ്ങളിലും മോൻ പാടിയതിനകത്ത് അതിൻ്റെ ഒരു എന്താ പറയണ്ട, അത് ക്യാരി ചെയ്യേണ്ട ഒരു വികാരം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്കത് ഇല്ലായിരുന്നെന്ന് പറയാൻ പറ്റും. ആ വിമലാകാശം ഒന്ന് പഠിക്കുവാന്. വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ ആ ഒരു രാഗത്തിന്റെ ഭാവം കൂടെ വേണം മോനെ. നൃത്യധൂർജടി ഹസ്തമാർന്ന് അതൊക്കെ വരുമ്പോ അതിന്റെ ആ ഹസ്തമാർന്ന് ആ മധ്യമത്തിന്റെ ഒരു സുഖം അത് മോൻ പാടും. നൃത്യധൂർജടി ഹസ്തമാർന്ന് തുടി തന്നുത്താളെന്നുള്ള ഒരു ലെവലിലേക്ക് പോകുന്നു. അതിന്റെ ഒരു സുഖം ഞാൻ പറഞ്ഞ മനസ്സിലാവും ശ്രീനാഥിന്. വളരെ ഒരു ഫ്ലാറ്റ് ലെവലിലേക്ക് സിംഗിങ് ആയി. ശ്രുതി അല്ല മോനെ പറഞ്ഞ കേട്ടോ, ആ ഒരു എക്സ്പ്രഷൻ വൈസ്. പിന്നെ ശ്രുതി അവിടെ ഇവിടെ ശ്രുതി പ്രശ്നമുണ്ട്. സത്യം ചേർന്നിട്ടില്ല, മുന്നേ ശിവവും ചേർന്നിട്ടില്ല. എങ്കിൽ മാത്രമേ സുന്ദരമുള്ളൂ ആവത്തുള്ളൂ കേട്ടോ, ശ്രുതിയും കൂടെ ചേർന്നു. ആ ഇവിടെ എങ്ങനെ പാടി? ആദിയുഷസ്സു വിടർന്നു ഇവിടെ. ആ ഇപ്പൊ കുറച്ചും കൂടെ ഒരു സുഖമുണ്ട്. മറ്റേ ഈ വീടേ എന്ന് പാടുന്ന പോലെ ഇരുന്നു കേട്ടോ. ഇത് എനിക്ക് വേണ്ടിയല്ല, ഇത് വേറെ ആർക്കും കണ്ടു വേണ്ടി എന്നുള്ള ലെവലിലായിപ്പോയി. ഞാൻ ഒരിക്കലും ദാസേട്ടനോട് കമ്പയർ ചെയ്യല്ല മോനെ കേട്ടോ. നിങ്ങളെ കൊണ്ട് ഈസിയായിട്ട് പാടാൻ പറ്റും. നിങ്ങൾ ഇരുപെട്ട് പാട്ടുകാരാണ്, അതുകൊണ്ട് പറയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചിത്ര ചേച്ചി? ഭയങ്കര പ്രയാസമുള്ളൊരു പാട്ടാണിത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഈ പാട്ട് സ്റ്റേജിൽ പാടാൻ പറഞ്ഞാൽ ഞാൻ കഴിവതും ഒഴിയാൻ പറ്റുമെങ്കിൽ ഒഴിയാൻ നോക്കും. അത്ര പ്രയാസമുണ്ട്. നല്ലോണം സ്ലിപ്പ് വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ട് പാടപ്പം. ശരിക്കും ശ്രീനാഥ് അറ്റംപ്റ്റ് ചെയ്തു, പക്ഷെ ശരിക്കും ആ സ്വരസ്ഥാനത്തിലൊന്നും അല്ല പാടിയത്. ഈ ഫാസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ സ്ഥലങ്ങളും പൊഴുത്തിങ്കൽക്കല്ല തുടങ്ങിയത് തന്നെ കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പൊരുൾ ആലപിപ്പു അവിടെയൊക്കെ കുറച്ച് ശ്രുതി അങ്ങനെ ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കുറെ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീനാഥ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പാട്ട് കുറച്ചുകൂടെ കഴിഞ്ഞെടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. ശ്രീനാഥിന് ഇപ്പോൾ കുറച്ച് ഏർലി ആയി പോയി തോന്നുന്നു. കുറെ കൂടെ നല്ലോണം പ്രാക്ടീസ് ആയി കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ ക്ലാസിക്കൽ നല്ലോണം ഡീപ്പ് നോളജ് ഉള്ളവർ ഇത് പാടിയാൽ നന്നാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശ്രീയേട്ടാ? ഈ രാഗഭാവം നമ്മൾ പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒട്ടുമില്ലായിരുന്നു. കാരണം ഒരു പ്ലെയിനായിട്ട് പോയി, പാടിയത് വളരെ പ്ലെയിനായി പോയി. ഒന്ന് അതുപോലെ തന്നെ ഈ സംഗതി പാടുമ്പോ അത് ചുമ്മാ പാടരുത്. ഒന്ന് ആരുടെങ്കിലും ചോദിച്ച് പഠിച്ചിട്ട് പാടണം. ഒരു കാസറ്റിൽ കേട്ടു അങ്ങനെ ഇങ്ങനെ പാടിക്കഴിഞ്ഞാല് അത് അതൊന്നുമല്ല. അതിനകത്ത് ഒരു നോട്ട് പോലും ചേർന്നിട്ടില്ല. ശരി, അത് വരത്തില്ല. അത് കാരണം അത് വളരെ ശ്രദ്ധിച്ച് പാടേണ്ട. ചിത്ര പറഞ്ഞ പോലെ അത് വളരെ നോക്കി പാടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്താലേ അത് വരത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നു, ദാസേട്ടന്റെ ഒരു പാട്ട് പഠിച്ചു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് ഒപ്പിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനും പോണില്ല. നിങ്ങളുടെ ഒരു 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 എന്താണ് പറയുന്നത്, ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. അതിനൊരു ഉദാഹരണമാണ് പിന്നെ ഇതുണ്ടല്ലേ ശൈലം, അവിടെ ആ പോർഷൻ ഒന്ന് പാടിക്കും. സത്യശിവ സൗന്ദര്യ സത്യശിവ സൗന്ദര്യങ്ങൾ സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യം അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഒരിക്കലും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തില്ല, ഇമിറ്റേറ്റ് ചെയ്തോളൂ. പക്ഷെ നിങ്ങളും വേറൊരു വ്യക്തിയായിട്ട് രണ്ടിന്റെ ഇടയിൽ കിടക്കരുത്. ഒന്നീ അദ്ദേഹത്തിനെ പോലെ കറക്റ്റ് ആയിട്ട് അങ്ങ് പാടുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിലാക്കുക. പിന്നെ ഈ വടി എന്ന് പറഞ്ഞ സാധനം കുറച്ച് അതിൽ ലളിതമാക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീയേട്ടാ. കാർത്തിക? എന്തായാലും ഒരു കാര്യം മനസ്സിലായി. ശരത്തേട്ടന് ഇവിടെ ഇരുന്നിട്ട് എഴുതി പേപ്പർ പോരാതെ തികയാതെ മറച്ച് വരച്ച് എന്താ നോട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ആകെ പേടിച്ചിരിക്കുന്നു. എത്ര മിസ്റ്റേക്സ് ഉണ്ട് അതിനകത്ത്, എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ ആകെ ഉരുകി. ശ്രീനാഥ് സോറി കേട്ടോ, ഉരുകി ഉരുകി നിൽക്കുന്നു. പാവം പാടി പാട്ട് ഒന്നുകൂടെ പാടായിരുന്നു ഇതിലും ഭേദല്ലേ. ഇവരത്രക്കൊന്നോ സാരില്ല. എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും പ്രാക്ടീസ് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. സോ ചിത്ര ചേച്ചി പറഞ്ഞ പോലെ
എടുത്താൽ കുറച്ചൊക്കെ പൊങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചെടുത്താൽ പൊങ്ങുന്നതൊക്കെ ആദ്യം ഇവർക്ക് കൊടുക്കുക. കുറേശ്ശെ കൊടുത്താൽ ഇവർക്കത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. എനിവേ, ഒരുപാട് സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ ശ്രീ, നമുക്ക് മാർക്സ് നേരെ. ഔട്ട് ഓഫ് 30 ശ്രീയേട്ട 22 മാർക്ക്. 22 and 30. ശരത് സർ 22 മോനെ. 22 and ചിത്ര ചേച്ചി out of 30. 22. 22. Karthika out of 10. 7 marks. 7 on 10. 66 plus 7, 73. 73 മാർക്സ് ആണ് ശ്രീനാഥിന്റെ ഈ നാഴികക്കല്ലുകൾ റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്ക് വേണ്ടി SMS ചെയ്യണം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് ശ്രീനാഥ് SREENAT.